വിഴിഞ്ഞം തുറമുഖം തന്നെയാണ് തിരുവനന്തപുരം കോവളം മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയമാകുന്നത്. ഹാട്രിക് വിജയം UDF ലക്ഷ്യമിടുമ്പോൾ പദ്ധതിയുടെ ക്രെഡിറ്റിൽ അവകാശവാദവുമായി LDFും NDAയും പ്രചാരണ രംഗത്ത് സജീവമാണ്. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ കോവളം മണ്ഡലത്തിൽ വിഴിഞ്ഞം തന്നെയാണ് പ്രചാരണായുധം. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അഭിമാന പദ്ധതി സാക്ഷാത്കരിച്ചതിൻ്റെ ആവേശത്തിലാണ് LDF പ്രചാരണം. ISJDയിൽ നിന്ന് ഏറ്റെടുത്ത കോവളം സീറ്റിൽ ഭഗത് റൂഫസാണ് ഇടതു സ്വതന്ത്രനായി മത്സരിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ ആരൊക്കെയാണ് അതിനെ എതിർത്തതെന്നും സമരപന്തലിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നതെന്നും നമുക്കെല്ലാവരും വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള തൊഴിലവസരങ്ങൾ അത് ഉറപ്പുവരുത്തേണ്ടത് ജനപ്രതിനിധികളാണ്. അപ്പോൾ നമ്മുടെ മാർഗരേഖ പ്രകാരം ഇവിടെ ഈ സീപോർട്ട് അല്ലെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ന തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടെന്നും അത് ഇവിടുത്തെ സഹോദരങ്ങളിലേക്കും നമ്മുടെ അടുത്ത ജനറേഷനായ മക്കളിലേക്കും അത് എത്തിക്കുന്ന കടമയാണ് നമുക്കുള്ളത്. ഇടതു തരംഗമുണ്ടായ 2016-ലും 2021-ലും കോവളം UDFനൊപ്പം നിന്നു. M. വിൻസെന്റ് തന്നെയാണ് സ്ഥാനാർത്ഥി. വിഴിഞ്ഞം വികസനത്തിലെ പാളിച്ചകൾ പ്രചാരണത്തിലുടനീളം M. വിൻസെന്റ് ഉന്നയിക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് നിർമ്മാണ കമ്പനിയായ അദാനി ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അദാനി ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു. രണ്ടാം ഘട്ടത്തിലേക്ക് മുഴുവൻ പണവും അദാനി കമ്പനി തന്നെയാണ് നിക്ഷേപം നടത്തിയിട്ടുള്ളത്. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഏതൊരു PPP പ്രോജക്റ്റിലായിരുന്നാലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സർക്കാരിൻ്റെയാണ്. ഇപ്പോൾ റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിച്ചിട്ടില്ല. 2017 പൂർത്തീകരിക്കേണ്ട റോഡ് കണക്ടിവിറ്റി 2021 2026 അത് പൂർത്തീകരിച്ചിട്ടില്ല. NDA സ്ഥാനാർത്ഥിയായ TN സുരേഷ് RJDയിലും ISJDയിലും ഒരു കൈ പരീക്ഷിച്ച ശേഷമായിരുന്നു BJPയിലെത്തിയത്. വിഴിഞ്ഞം വികസനം നരേന്ദ്രമോദി സർക്കാരിന്റെ സംഭാവനയെന്ന് പറഞ്ഞാണ് സുരേഷിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. പൊളിറ്റിക്സിനേക്കാൾ ഉപരിയായിട്ട് വികസനം വേണം. ഒരു രാജീവ്ജി സംസാരിക്കുന്നത് എപ്പോഴും പൊളിറ്റിക്സ് അല്ല. ഇടത് വലതിനെ കുറ്റം പറഞ്ഞും വലത് ഇടതിനെ കുറ്റം പറഞ്ഞുള്ള പൊളിറ്റിക്സ് അല്ല സംസാരിക്കുന്നത്. അവർ വികസനം മാത്രം ഫോക്കസ് ചെയ്താണ് സംസാരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിലും ജാതിമത സമവാക്യങ്ങളാണ് വിജയം നിശ്ചയിക്കുന്നത്. പ്രബല സമുദായമായ നാടാർ വിഭാഗത്തിന്റെ നിലപാടാവും തിരഞ്ഞെടുപ്പിൽ നിർണായകം. കോവളം മണ്ഡലത്തിലെ പ്രചാരണത്തിൽ വിഴിഞ്ഞം വികസനം തന്നെയാണ് ചർച്ചാ വിഷയം. അഭിമാന പദ്ധതി എന്ന് LDF പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കുന്നത് UDF പല വാദങ്ങൾ നിരത്തിക്കൊണ്ടാണ്. കേന്ദ്ര പദ്ധതി എന്ന അവകാശവാദവുമായി NDAയും മുമ്പിലുണ്ട്. ക്യാമറാമാൻ ജിനുവിനൊപ്പം S. വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.